ഞാനതിന് സമ്മതിച്ചത്. നൗഷാദ് കാ, നമ്മളെ കായംകുളം ഷാജാൻ യൂണിറ്റിലെ അഫ്സലിന്റെ നമ്പറും തരുമോ? എന്ത് പറ്റി സൈമ? ഒന്നുമില്ല, കാര്യം ഞാൻ നേരിട്ട് പറയാം. എടാ, അഫ്സൽ മരിച്ചിട്ട് 3 മാസമായി. എടാ, അഫ്സൽ പെയിന്റർ ആയിരുന്നേ. ഏതൊരു ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് വീണാ മരിച്ചത്. 2 പിള്ളേരും കൊണ്ട് ഫാമിലി കുറച്ച് കഷ്ടത്തിലാ. എടാ, നമുക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്യണം. പിന്നെ അത് ചെയ്യാക്കാം. ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്? ക്വീൻസ് ഹോസ്പിറ്റലായിരുന്നു അഡ്മിറ്റ് ചെയ്തിരുന്നത്. ക്യൂൻ ഹോസ്പിറ്റലിൽ. മാളു, ഇന്ന് അങ്കിള് പള്ളിയിൽ പോയപ്പോ മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കേട്ടോ. അതുകൊണ്ട് അസുഖമൊക്കെ പെട്ടെന്ന് മാറും. ശ്വാസം വലിച്ചേ. ആ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് മാറും. മരുന്ന് കഴിക്കണേ. എന്നാ വേഗം വീട്ടിൽ പോ. അവിടെ ചെന്ന് പൂച്ചയുണ്ടല്ലോ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. ആ, മോളെ മക്കളെ കരയില്ലേടാ, ഇപ്പൊ കഴിയും, ഒന്നുമില്ല കേട്ടോ. തീർന്നല്ലോ. മോളെ 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 മോളെ. ഏയ്, എന്തുറ്റി? എന്റെ മോളാ സാറേ. മോക്കും ഓപ്പറേഷൻ പറഞ്ഞു. എനിക്കൊന്നും ഞാൻ നോക്കാം. ഡോണ്ട് വറി. Hey man, what are you doing? Out! Out! Get out, man! Out! ഡോക്ടർ ആ ആശുപത്രിയിൽ നടന്ന എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. എന്റെ മോളെ കൊന്നതാ. അർജുനപ്പോ ഒരാൾക്കെതിരെ എന്നെ പോലൊരു സാധാരണക്കാരൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവരാരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ഇവർക്കെല്ലാവർക്കും സംഭവിച്ചിരിക്കുന്നത് മസ്തിഷ്ക മരണമാണ്. ബ്രെയിൻ ഡെത്ത്. രക്ഷപ്പെട്ടു പോവാന്ന കേസുകൾ പോലും മനഃപൂർവ്വം ബ്രെയിൻ ഡെഡ് ആണെന്ന് ധരിപ്പിച്ച് ഓർഗൻസ് എടുക്കും. കോടികളുടെ ബിസിനസ്സാണ് ഇവിടെ നടക്കുന്നത്. ക്യൂൻസ് ഹോസ്പിറ്റൽ അർജുനൻ്റേതാണ്. ആ ചെറുക്കനെ കത്തിച്ചു വന്നത് അർജുനാണല്ലേ? പണ്ടൊന്നും ഈ ബ്രെയിൻ ഡെത്തിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ഇക്കണക്കിന് ആളുകൾ എന്ത് വിശ്വസിച്ച് ഹോസ്പിറ്റലിൽ പോകും? ഇവിടെ നീ തട്ടിക്കൊണ്ടുവന്ന കുട്ടികളെ ഓർഗൻ ട്രേഡിന് വേണ്ടി പുറത്തേക്ക് കിടത്തും. പിന്നെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ അയാൾ തന്നെ സെറ്റാക്കിയാണ് ഈ ഭിക്ഷാടനം. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും സൈമ? നമ്മളൊന്നും ചെയ്യണ്ട. ഇപ്പം തന്നെ പോലീസിൽ അറിയിക്കണം. അവരൊക്കെ വലിയ ടീമാ. അതുകൊണ്ട് നമുക്കത് വിട്ടുകളയാം. നമ്മളായിട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട. എൻ്റെ മൂസക്ക, നിങ്ങളിങ്ങനെ പേടിച്ചാൽ എങ്ങനെ? ഇതിപ്പോൾ പോലീസ് അറിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക. അർജുനെ ലോക്ക് ചെയ്യണം. ധീരം എഴുതിയാകുന്നേ ഓരോ മനമൊന്നാകുന്നേ വേഗം ചിറകേറിപ്പാറിപ്പോടേ. ഘോരം രണമേകും താളം ദൂരെ നിറമാടും തീരം പോരി വിളിയേകുന്നില്ലേ വാവാ. വെച്ചടി 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 കേറണം അപ്പുറമൊന്നിനി പോകേണം. കത്തണം എപ്പോഴും ഉള്ളിൽ നിൽക്കണം ആവേശം. ഒത്തിരി ഒത്തിരി ഒത്തിരിയാകിലും ഒറ്റയടിക്കവ വീഴേണം. ഏറിയ വീറോടു പോരിടും നീ ധീരം എഴുതിയാകുന്നേ. അതെ സൈമ, എന്നെ ഫ്ലാറ്റിന് മുമ്പിൽ നിന്ന് പിക്ക് ചെയ്താൽ മതി. ഓക്കെ. ഘോരം രണമേകും താളം ദൂരെ നിറമാടും തീരം പോരി വിളിയേകുന്നില്ലേ വാവാ. നമുക്കിത് വേണോ? കൈവിട്ട കളിയാ. തിരിച്ചുപോയി പോലീസിൽ പറഞ്ഞ പോലെ. ഉയർക്ക് ഭയന്ന് പാതിലെ വിട്ടുപോണ പലക്കോനി കടയാതെ ചവിട്ടോടിയുണ്ടല്ലോ അവന്റെ ഒടുക്കത്തൊരു ഡയലോഗ് അടി. അതിപ്പോ ഞാനെന്ത് ചെയ്തു മൂസാക്ക? ചിലക്കാതിടാ. എടാ മൂസാക്ക പറഞ്ഞാലും കാര്യമുണ്ട്. നമുക്ക് സി എസ് ആനെ കൂടി വിളിക്കാം. ആയിക്കോട്ടെ. വേട്ട ആരംഭം. സ്വാമി കൂടെ ഉണ്ടാവണേ. പടിഞ്ഞാറേ മൂല ഇത് തന്നെയല്ലേ? ഇതന്നെ സാറേ, പേടിക്കണ്ട. തൊഴുതോട്ടെ.
ഈശ്വര തല പൊട്ടിത്തെറിക്കണേ. തല പൊട്ടിക്കും സാറേ, പേടിക്കണ്ട, പൊട്ടിത്തെറിച്ചോളും. മതി മതി മതി, പെട്ടെന്ന് മൂടി. ഒന്ന് വന്നേ. യോമാർക്ക് എന്താ ഈ പാതിരാത്രി ഇവിടെ പരിപാടി? ഫാൻസ് മീറ്റിംഗ് വല്ലതും ആയിരിക്കും. എന്തെങ്കിലും ആയിക്കോട്ടെ സാറേ. ആലിയൽ എന്തായാലും ഒന്ന് വാച്ച് ചെയ്യാം. എന്താണ് സാറേ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? സാറ് ഞങ്ങളെ കൂടെ ഒന്ന് വരണം. എന്താ കാര്യം എന്ന് പറഞ്ഞു? കാലം കയ്യേകി വന്നണയും നിൻകൂടെ പോരി തീവാളി തലയായി ആരും എതിരാകാം കൊയ്തിടണം കുശിതോടെ നേരി വെണ്ണാളം തെളിയണം. യോമാരെല്ലാം കൂടെ രാത്രി ഇതെങ്ങോട്ട് പോകുന്നത്? നമുക്കൊന്ന് കൂടി പോരാ സാറേ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്നാലും പോവാ സാറേ. യോമാരുടെ സമയം വളരെ മോശം. നേരിടണം ചോരയോരോ ഞരമ്പിൽ തൂമിന്നലായി തുടിക്കും. ലോക നന്മയ്ക്കു വേണ്ടി ഒരു നാമിനിയും സമരം തുടരാം. ധീരം എഴുതിയാകുന്നേ ഓരോ മനമൊന്നാകുന്നേ വേഗം ചിറകേറി പാതിപ്പോലെ. സാറുണ്ടായിരുന്നു, നന്നായി. നിയമം അറിയാവുന്ന ഒരാൾ കൂടെ ഉള്ളത് നല്ലതാണ് അല്ലേ? കേരള പോലീസിന്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടെ ഇരിക്കട്ടെ. എഴുതിയാകുന്നേ ഓരോ മനമൊന്നാകുന്നേ വേഗം ചിറകേറി പാതിപ്പോലെ. வந்திருக்கிற இடம் சூப்பர். பாட்டாய் கலப்பலாம். വിജയ് രസികർ മണ്ഡലവും CA സാറും ഉണ്ടല്ലോ. എല്ലാരും കൂടെ രാത്രി എന്താ ഇവിടെ പരിപാടി? നിന്നെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. ബാസ്റ്റിൻ, മുതലാളി ഒരുത്തനെയും വെളിവിടരുത്. ഷട്ടർ ഇട്. എക്സ്ക്യൂസ് മീ, മെയിൻ സ്വിച്ച് എവിടെയാ? മെയിൻ സ്വിച്ച് നേരെ ചെന്നിട്ട് അടുത്തോട്ട് പോയാൽ നേരെ പോയിട്ട് എടുത്തോളൂ. താങ്ക് യു. അതെ, റീഡിംഗ് എടുക്കാനല്ലേ? അതെ reading. നടക്കട്ടെ. റീഡിംഗ് എടുക്കുന്നത് ഇങ്ങനെയുള്ള മണ്ടന്മാരെ വെച്ചാൽ ഓർഗൻ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ എന്റെ മുമ്പിൽ ഒരിക്കൽ കൂടി ഇങ്ങനെ വന്ന് നിൽക്കാൻ ഇടവരരുന്നു. മുതലാളി അടക്കാൻ പറ്റണല്ലോ മുതലാളി, ക്രീസില്ല. கொஞ்சம் ஓப்பன் பண்ணி வைங்க சார், ஆവശ്യം വരും. തമ്പാനൊരു തട്ടുകടയില് പൊറോട്ട അടിച്ചു തുടങ്ങിയതായി അർജുനൻ. ഇപ്പൊ കുറച്ചങ്ങ് വളർന്നു. നിനക്കൊന്നും മുട്ടാൻ പറ്റിയല്ല. ഇത്ര ധൈര്യമായിട്ട് ഇങ്ങോട്ടൊക്കെ കയറി വരുമ്പോ കുറച്ചുകൂടെ ആളെ കൂട്ടായിരുന്നു. ഇനി ഒരുത്തനോടൊന്ന് ജീവനോടെ പോകില്ല. സാറേ, യുവന്മാരൊക്കെ ഈ പിരിപോയ കേസാന്ന് വെക്കാം. വരുന്ന ഇലക്ഷനൊക്കെ നിന്ന് മന്ത്രിയായിട്ട് അങ്ങ് പോയാ പോരായിരുന്നു സാറിന്. ഇനിയിപ്പോ എന്താ? കഴിഞ്ഞു. നിർത്ത. കുറെ നേരം ഞാൻ കൊണാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. നീയൊക്കെ എന്ത് കൊണച്ചെന്നാണ് ഈ പറയുന്നത്? എടാ, ഒരു പണി വൃത്തിക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഏക്കരുത്. എനിക്ക് ജയ് വിളിക്കാനും എന്റെ കട്ടൗട്ട് വെക്കാനും ഒരു ചെലവില്ല. ഞാൻ സെറ്റ് ചെയ്ത പിള്ളേരവര് രണ്ടുകൂടെ കളിച്ച് കളഞ്ഞില്ലേ? ഇവിടെ നിനക്കൊക്കെ ഇത് എന്തിന്റെ കഴപ്പാണ്? ആ വിജയ്ക്ക് കട്ടൗട്ടും വെച്ച് അതിന്റെ മുകളിൽ പാലും കോരി ഒഴിച്ച് പണ്ടാറടങ്ങിയ പോരെ. എന്തിനാ സൈമ ആവശ്യമില്ലാതെ എന്റെ നേർക്ക് വന്നത്? നിന്റെ കൊച്ചിനൊരു കുഴപ്പമില്ല, തിരിച്ചു തന്നില്ല ഞാൻ. പിന്നെ എന്തിനാടാ എന്റെ പുറകെ വന്നത്? നമ്മുടെ പയ്യന്മാരാ ചൂളേന്ന് വല്ല പിള്ളേരും പൊക്കിയായിരുന്നു കേട്ടോ. ആ ചൂളയിൽ ഓട്ടോ ഓടിക്കുന്നൊരു തെണ്ടിയുടെ കൊച്ചാണ്. ഇപ്പൊ ഇളകുമല്ല അവിടെ കടന്ന കുളറെന്ന് പറയും. നീ ഒരു കാര്യം ചെയ്യും, എവിടെയെങ്കിലും ആളുള്ളത് കൊണ്ട് തള്ളേനെ.
പാണ്ഡവന്റെ കൂട്ടത്തിൽ ഇപ്പോഴും പോയിട്ടുണ്ട്. പക്ഷെ അതിനകത്തുള്ളതെങ്ങാനും പുറത്ത് വന്നോ? സോറി സൈമൺ, ഗെയിം ഓവർ. സാറെന്താ മങ്കാത്ത കളിക്കുവാണോ? സാറ് വില്ലനാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു. സാറ് വിചാരിക്കും സാറ് ഞങ്ങളെയൊക്കെ അങ്ങ് ലോക്ക് ചെയ്തിരിക്കുകയെന്ന്. സാറിനെ ഞങ്ങളാ ലോക്ക് ചെയ്തിരിക്കുന്നത്. ഗെയിം ഓവർ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഈ കോയിൻ മേലോട്ടിട്ടാൽ മതി. മെയിൻ സ്വിച്ച് ഞാൻ ഓഫ് ചെയ്തോളാം. നിനക്കല്ലേ ഇടിക്കില്ലേ? പോയി ഇടിക്കടാ. പൊളിക്കണം സൈമ. സാറേ, ഞങ്ങൾ ഈ കട്ടൗട്ടൊക്കെ വെച്ച് പാലഭിഷേകം നടത്തിക്കൊണ്ട് നടക്കുന്നവരാ. പക്ഷെ ഫാൻസുകാർ വെറും മണ്ടന്മാരല്ല. ഞങ്ങൾ ആരുടെ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് സ്നേഹിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ജയ് വിളിക്കാനല്ലേ? നിങ്ങളെ എൻ്റെ സ്വന്തം അണ്ണനെ പോലെ കണ്ടത്. അതുകൊണ്ടാ കൊല്ലാതെ വിടുന്നത്. ஒரு வாட்டி முடிவு பண்ணிட்டேன்னா என் பேச்சு நானே கேட்க மாட்டேன். നമ്മളെല്ലാരും ആത്മസംയമനം പാലിക്കണം. അന്നാണ് എനിക്ക് ശരിക്കും വിജയ് ഫാൻസിന്റെ സ്ട്രെങ്ത് മനസ്സിലായത്. അന്നെങ്കിലും മനസ്സിലായില്ല. അവന്മാരെന്നെ കൊല്ലാതെ വിട്ടത് എന്റെ ഭാഗ്യം. സാർ ഇത്രയും വലിയ ഉടായിപ്പായിരുന്നാ? കുറച്ച് ലക്ഷറി ആയിട്ടൊന്ന് ജീവിക്കാന്ന് കരുതി. എടാ ഗോപു, ഈ ലോകത്ത് തെറ്റിയാത്തവരുടെ ആരെങ്കിലും ഉണ്ടടാ? ഇലക്ഷനൊക്കെ നിന്ന് നാട്ടുകാരെയൊക്കെ പറ്റിച്ച്
നൈസായിട്ടങ്ങ് ജീവിച്ചു പോയപ്പോഴാണ് അത്യാഗ്രഹം ആപത്താണ്. അല്ല സാറിന്റെ പാർട്ട്നേഴ്സ് ഒക്കെ ഇപ്പൊ ഇവിടെ ആ അർജുനനും ഭീമനും. ഞാൻ നോക്കിക്കോട്ടെ. നമുക്ക് ജാസ്തി നമുക്ക് ഏത് നേരത്ത് സാറേ നമുക്ക് പറ്റാത്തവന്മാരൊക്കെ അടുക്കള കയറ്റരുത്. ഉള്ള ഉപ്പെല്ലാം മാറിയിട്ടേക്കാന്ന്. സാറേ അപ്പൊ ഈ പോക്കർ സേവൻ ഇപ്പൊ എവിടെ ഉണ്ട്? ശരിയാണല്ലോ, പുള്ളിക്കാരി ഇപ്പൊ ഇവിടെ ഉണ്ട്. പോക്കിരി സേമ എടോ ലാത്തി വീശണോ വെടിവെക്കണോന്നൊക്കെ ഞാൻ പറയും. തനിക്ക് സൗകര്യം ഇല്ലെങ്കിൽ പറ. ഇവിടെ കേരള പോലീസിൽ വേറെ ആമ്പിള്ളേരുണ്ട്. ഹലോ, ഞാൻ ഡ്യൂട്ടിയിൽ അങ്ങോട്ട് വന്നോണ്ടിരിക്കാം. മേലെ കയറി നിന്നിട്ടാണോടോ സല്യൂട്ട് ചെയ്യുന്നത്? അല്ല, താഴെ ഇറങ്ങ. ഇനി സല്യൂട്ട് പൊയ്ക്കോ. സല്യൂട്ട് ചെയ്യാൻ പോലും അറിയാൻ പാടില്ലാത്ത കുറെ കിഴങ്ങന്മാര് കയറിയിട്ടുണ്ട് ഇപ്പൊ കേരള പോലീസ്. കിഴങ്ങനോ? ഞാനോ? ഒരു 2 മിനിറ്റ്. அடடா அடிங்கடா தப்பு தகில் தாளம் அடி அழகா வருநடா தமிழ் ரசா இளைய தளபதி இரம்பிடும் திரையடி இதயம் கவர்ந்தித வருന്ന കണ്ട ഇവൻ ചിരിച്ചാ തിരുമലയില കുരുവി മിഴി തുറിച്ചാ വിറവിറക്കണ എതിരി ഇവൻ ഇടിച്ചാ പൊടി പൊടിയണ മധുര ഇവൻ അടിച്ചാ പെട പെടക്കണ സറവെടി വந்தாச்சு போக்கிரி பொங்கல் നീ വിളയാട് പോക്കിരി സൈമ ഹേ എന്നെന്നും ചങ്ക് കൊടുക്കും